ഈ ബിസിനസ്സിൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു ബിസിനസ്സുകാരനൊന്നുമല്ല, സാധാരണക്കാരനാണ് നിങ്ങളൊക്കെ പോലെ തന്നെ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാല്, ഞാൻ ഇതിൽ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് പണം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഒരു മെയിനായിട്ട് പറയാൻ നമ്മളെ സാഹചര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട്, ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ഒക്കെ ഉണ്ട്. ഈ ബിസിനസ്സിലൂടെ ഞാനത് നേടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്ക് മെയിനായിട്ട്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേരോട് സൂചിപ്പിച്ചു, ഉമ്മുൽ ഹബീബ, വീട് കരുവാരകൊണ്ട്. ഞാൻ ഈ അവസരത്തിൽ ആദ്യം നന്ദി പറയുന്നത് എന്റെ സ്പോൺസറിന്റെ സുഹൃത്തും കൂടിയായ ഗഫൂറിനോടാണ്. ഈ അവസരം ഇങ്ങനെ ഒരു അവസരം തന്നത് എന്റെ സുഹൃത്തായ അബ്ദുൽ ഗഫൂറാണ്. പിന്നീട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഞാനും 1.5 വർഷങ്ങളിൽ ഇന്നതുപോലെ ഇരുന്ന് കേട്ടത് നമ്മുടെ ഗവൺമെന്റ് സാഗർ സാറിന്റെ പ്ലാനാണ്. കാരണം ഞാൻ വന്നിരിക്കുമ്പോൾ ആദ്യം ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാല്, എന്തിനാ അപ്പൊ ഇത് കേൾക്കുന്നത്? കാരണം ഒരു ഗൗരവത്തോട് കൂടിയാണ് ഇത്. കാരണം അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ആ പ്ലാന് കേട്ട് കഴിഞ്ഞതോട് കൂടി ഞാനൊരു ഒറ്റ തീരുമാനം എടുത്തു. തീരുമാനിക്കേണ്ട കാരണം, ഇന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇന്നെ ഒപ്പം നിന്ന വ്യക്തി ഞാനാക്കി മാറ്റിയ എന്റെ സാധാരണ സാറിനോട് ഈ അവസരം ഞാൻ സ്റ്റാർ 250 ആയി. ഞാൻ സ്റ്റാർ 250 ആവുന്ന സമയത്ത് എനിക്ക് 2 പ്രോഡക്റ്റ് ഫ്രീ കിട്ടി. അതുപോലെ തന്നെ ഞാൻ സ്റ്റാർ 5 ആയ സമയത്ത് എനിക്ക് ഗോവയിൽ പോകാനൊരു അവസരം കിട്ടി. അതുപോലെ തന്നെ ഞാൻ ബാംഗ്ലൂർ, ഇവിടെ സാർ പറഞ്ഞു 9 റാങ്ക്, അതിൽ 3ാമത്തെ റാങ്കാണ് സ്റ്റാർ 500. സ്റ്റാർ 1000 ആയപ്പോൾ എനിക്ക് ബാംഗ്ലൂർ ഷെറാട്ടണിൽ പോകാനും ഒരവസരം കിട്ടി. പിന്നീട് ഞാൻ സ്വപ്നം കണ്ടൊരു റാങ്കാണ് റൂബി എക്സിക്യൂട്ടീവ്. കാരണം ഏതൊരു പ്രോഗ്രാം ചെയ്യുമ്പോഴും അവിടെയൊക്കെ എല്ലാവരും പിന്നിങ് സെർമണി നടത്തുകയാണ്. അപ്പൊ ആ പിന്നിങ് സെർമണി ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാനും തന്നെ ഇറങ്ങി പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ച് ഞാൻ 2 ലക്ഷം നേടുകയും റൂബി എക്സിക്യൂട്ടീവ് ആവുകയും ചെയ്തു. ആ അവസരത്തിൽ എനിക്ക് പിന്നെ കുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കരുവാരകൊണ്ട് 21 വാർഡിലൊരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ഞങ്ങൾ പ്രോഗ്രാം വെച്ചു. ഞാൻ പഠിച്ച ഹെഡ് മാസ്റ്ററിന്റെ ടീച്ചറിനായിരുന്നു അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ. അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ പിന്നെ കുത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഡയമണ്ട് ആയിരിക്കുന്ന സെബി സാർ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറഞ്ഞു. ഇതില് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. കാരണം ഒറ്റ മാത്രം ഇതിൽ സൗകര്യത്തിന്റെ പ്രശ്നമുണ്ടോ? ഇല്ല. വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമുണ്ടോ? അതുമില്ല. ഇവിടെ ആകെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്താണ്? സമയം നമ്മൾ ഇതിൽ മാറ്റി വെക്കുകയാണെങ്കിൽ ഏതൊരാൾക്കും വിജയിക്കാൻ കഴിയും. പിന്നെ ഒറ്റ ചിന്തേ ഉള്ളൂ, നമുക്ക് ക്ഷമിക്കാനൊരു കഴിവ് കൂടി ഉണ്ടെങ്കിൽ, ക്ഷമിക്കാനും ചിരിക്കാനും മനസ്സുണ്ടെങ്കിൽ ഇതിൽ വിജയിക്കുന്നതിന് ഒറ്റ തെളിവാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ കമ്പനി വേറൊരു കോൺടെസ്റ്റ് കൊടുന്നു. എന്താണ്? മലേഷ്യയിലേക്ക് പോകാനൊരു അവസരം. മലേഷ്യയിലേക്ക് പോകാൻ ഞാൻ ആദ്യം റെഡിയായി ഡ്രസ്സൊക്കെ മടക്കി വെച്ചു. കാരണം എന്താണ്? ഞാൻ റെഡിയാക്കിയാൽ എനിക്ക് ടീമിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നീ ടീമിനെ കൊണ്ടുപോകാൻ സെറ്റായിക്കൊണ്ടിരുന്നു. കാരണം പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തായ്ലൻഡിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാനും എന്റെ ടീമും മലേഷ്യയിലും പോയിട്ടുണ്ടാവും. അതിന് ടീമിനെ പോകാൻ. അപ്പൊ ഇതിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഈ പുതുതായി വന്ന ആളുകള് ഇതിൽ ശക്തമായിട്ട് നിൽക്കുകയാണെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും. ജോലി എന്ന് പറഞ്ഞു നിൽക്കുന്നതിനേക്കാൾ ബിസിനസ് എന്താണെന്ന് അറിയാത്ത ഞാനേ ഇതിൽ ഇന്ന് ബിസിനസ് ചെയ്തുകൊണ്ട് 4 ലക്ഷം നേടുകയും ഇന്നൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ടീമിൽ 2000 മുതൽ 3000, 4000, 15000, 18000, 25000 ആളുകളെ ടീമിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും അത് സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. താങ്ക് യു. ഞാൻ അധികം സമയം എടുക്കില്ല, കാരണം എനിക്ക് ശേഷം വരാൻ പോകുന്ന ഒരു വ്യക്തിയുടെ സ്പീച്ചിന് വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്. വളരെ എക്സൈറ്റഡ് ആണ്. എന്തായാലും അദ്ദേഹം പരിചയപ്പെടുത്തി വിജേഷ് മോഹൻ. എറണാകുളം എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. കാരണം ജനിച്ചതും വളർന്നതും എറണാകുളമാണെങ്കിലും രക്തം ഇവിടെ മലപ്പുറത്തെ രാമപുരത്തുനിന്നാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, അഭിമാനത്തോടുകൂടി പറയുന്നതും ഞാനൊരു മലപ്പുറംകാരനാണെന്നുള്ളതാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ഒരു ജോലി കിട്ടാണ്ടിരിക്കുന്ന അവസ്ഥയിൽ തിരഞ്ഞെടുത്തൊരു മേഖല അല്ല, ഒരു സൈഡ് പരിപാടിയല്ല, ഇതിന്റെ കരിയറാണ്. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ജോലി കിട്ടിയിരുന്നു ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ വിപ്രോയില്. പക്ഷെ അതിൽ കയറാൻ നിൽക്കുന്ന അവസരത്തിൽ ഒരു വ്യക്തി ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച പോലെ തന്നെ എന്നെയും ഈ ഒരു അവസരം പങ്കുവച്ചു. വിളിച്ചത് മറ്റാരുമല്ല, എൻ്റെ അച്ഛനാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന്
ഒരുപക്ഷെ പല അച്ഛനമ്മമാരും ഒരു മക്കളോട് ബിസിനസ് ചെയ്യാൻ പറയാറില്ല. ഞാനടക്കം ഈ ബിസിനസ്സിന് തൊട്ട് മുന്നേ വരെ കേട്ടിരുന്നത് നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, നല്ലൊരു ജോലി സമ്പാദിക്കുക എന്നുള്ളതാണ്. നല്ല ജോലി സമ്പാദിച്ചെങ്കിലും വരുമാനം നമ്മൾ കൂട്ടി നോക്കുമ്പോൾ നമ്മുടെ ചെലവുകൾക്ക് അനുസരിച്ച് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അച്ഛൻ രണ്ടാമത് മാറ്റി പറഞ്ഞത് ജോലിയിനേക്കാളും നല്ലത് ബിസിനസ്സാണ്. കാരണം അദ്ദേഹം പറഞ്ഞു 26 വർഷം പണിയെടുത്തും ഒന്നും സമ്പാദിച്ചിട്ടില്ല, ഞാനും അതിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥയും അത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അവസരം കൈകളിലേക്ക് വെച്ച് തന്നത്. ഈ അവസരം ഏറ്റെടുത്ത് നേരെ വന്നത് ഈ മണ്ണിലേക്കാണ്, മലപ്പുറത്തേക്കാണ്. ഈ മണ്ണ് ഒന്നുമില്ലാത്ത വന്ന എൻ്റെ കൈകളിൽ ആദ്യം എന്നെ റൂബിയാക്കി 2 ലക്ഷം രൂപ വരുമാനം എൻ്റെ കയ്യിലേക്ക് എത്തിച്ചു തന്നു. അങ്ങനെ ഈ ബിസിനസ്സിലൂടെ ഞാൻ തായ്ലൻഡിൽ പോയി വന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു നേട്ടം. അതിനുശേഷം ഈ മണ്ണിൽ നിന്ന് തന്നെ 7.5 ലക്ഷം രൂപ സമ്പാദിച്ചു. ഈ മണ്ണിൽ നിന്ന് തന്നെ 20 ലക്ഷത്തിന് മേലെ രൂപ സമ്പാദിച്ചു. ഈ മണ്ണിൽ നിന്ന് തന്നെ സ്വന്തമായിട്ടൊരു കാറും ഞാൻ സമ്പാദിച്ചു. തായ്ലൻഡിന് ശേഷം മലേഷ്യയും അതേപോലെ ശ്രീലങ്കയും എല്ലാ രാജ്യങ്ങളും പോയി സന്ദർശിക്കാൻ ഈ പ്രായത്തിൽ തന്നെ സാധിച്ചു. പക്ഷെ ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇന്ന് ആദ്യമായിട്ട് വന്നവിടെ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറയാണ്, എനിക്ക് നിങ്ങൾ ആലോചിച്ച് ഭയങ്കര അസൂയയും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളും ഭയങ്കര ഭാഗ്യവാന്മാരാണ്. കാരണം ഈ ഒരു ബിസിനസ്സിൽ ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി നല്ല അതിശക്തമായി ചെയ്ത് 7.5 ലക്ഷം രൂപയ്ക്ക് സമ്പാദിച്ചതിന് ശേഷം മാത്രം കിട്ടുന്ന ഒരു ട്രിപ്പാണ് മലേഷ്യ എന്ന് പറയുന്നത്. ഗോപൻ സാർ അതിമാനവനായിട്ട് നമ്മൾ പ്ലാൻ പ്രസന്റേഷനിൽ പറഞ്ഞു. എന്നാൽ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന വ്യക്തികൾ, ഞാൻ പ്രവർത്തിച്ച 2 വർഷം കഷ്ടപ്പെട്ട് പ്രവർത്തിക്കേണ്ട, നിങ്ങൾ ഈ ബിസിനസ് ഇന്ന് തുടങ്ങിയാൽ ഇവിടെ 7 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ പാസ്പോർട്ടിലും പതിക്കാൻ ഒരു അവസരം ഉണ്ടാവും. മലേഷ്യയുടെ സ്റ്റാമ്പ് എന്ന് പറയുന്നത്. പുതിയ ആളുകൾ ഓർത്ത് അസൂയപ്പെടുന്നതിന് തെറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് എത്രയുള്ളൂ ആസ് എ കൺക്ലൂഷൻ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ താൻ പാതി ദൈവം പാതി എന്ന് പറയും. ഞാൻ എപ്പോഴും വിശ്വസിക്കുക ദൈവം ആദ്യം പാതി എപ്പോഴും ചെയ്യും. അതുകൊണ്ടാണ് എൻ്റെ മുന്നിൽ അവസരം കൊണ്ടേ വെച്ചത്. ബാക്കി പാതി ഞാൻ ചെയ്യണമായിരുന്നു. ഒന്നാണെങ്കിൽ ഈ അവസരം ഞാൻ എടുക്കണം, അല്ലെങ്കിൽ വിട്ട് കളയണം. ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഏതെങ്കിലും IT കമ്പനിയിൽ രാവിലെ തൊട്ട് രാത്രി വരെ കുത്തിയിരിക്കുക സിസ്റ്റത്തിന് മുന്നിൽ. എപ്പോൾ ജോലി പോകും എല്ലാം അറിയാണ്ട് ഭയപ്പെട്ടുകൊണ്ടിരിക്കുക, ഒരാളുടെ കീഴിൽ പണിയെടുക്കണം. പക്ഷെ എൻ്റെ തീരുമാനം യെസ് എന്നുള്ളതായതുകൊണ്ട് തന്നെ ഇന്ന് എനിക്കിവിടെ നിന്ന് സംസാരിക്കാനും എൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനും ധൈര്യമായിട്ട് പറഞ്ഞോട്ടെ. അന്തസ്സുള്ള ബാങ്ക് അക്കൗണ്ട് ബാലൻസ്, അത് വലിയൊരു കാര്യമാണ്. അന്തസ്സുള്ള ബാങ്ക് അക്കൗണ്ട് ബാലൻസ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ദൈവം പാതി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ബാക്കി പാതി നിങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അത് സാധിക്കട്ടെ എന്ന് പറഞ്ഞൊരു വാക്കുകൾ ചൊല്ലിക്കുന്നു. വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് ശ്രീജിത്ത്, നിലമ്പൂരാണ് സ്ഥലം. ജോലി ആവശ്യാർത്ഥം, അതായത് ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഡ്രൈവറായിരുന്നു. എറണാകുളത്താണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇന്ന് ഈ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള റാമോൻ സാറിനെ അവിചാരിതമായി പരിചയപ്പെട്ടു. സാറ്, എനിക്ക് വൈഫിന് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ഐപഡ്സിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഒരു 3-4 മാസം ഐപഡ്സ് ഉപയോഗിച്ചു. മൈഗ്രെയിൻ പൂർണ്ണമായിട്ടും മാറി. ജോലിയുടെ കൂടെ പാർട്ട് ടൈമായി ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം എനിക്ക് തന്ന റാമോൻ സാറിനോട് ഞാനും എൻ്റെ ഫാമിലിയും ഈ ഒരു അവസരത്തിൽ നന്ദി. ജോലിയുടെ കൂടെ പാർട്ട് ടൈമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർ 250, സ്റ്റാർ 500, സ്റ്റാർ 1000. ഇന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് റൂബി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്കിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നു. ഒരുപാട് നേട്ടങ്ങൾ, 2 ഇന്റർനാഷണൽ ട്രിപ്പുകൾ ഈ ഒരു കമ്പനിയിൽ നിന്നും പോയി വരാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതുപോലെ ആഴ്ചയിലെ വരുമാനം 38,500 രൂപ വരെ ഉയർത്താൻ വേണ്ടിയിട്ട് സാധിച്ചു. ഏതാണ്ട് ഒരു മാസം 1,27,500 രൂപ വരെ ഒരു മാസം വരുമാനം ഉയർത്താൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇംഗ്ലീഷിലേക്ക് നിൽക്കുമ്പോൾ 22 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്നു. എൻ്റെ വലുപ്പമല്ല പറഞ്ഞത്. ഇതിന്റെ മുന്നേ നമ്മൾ ഇഷ്ടംപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നന്നായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് നടന്നേനെ. ഈ ഓപ്പർച്യൂണിറ്റിയുടെ പവറാണ്, മനസ്സിലാക്കണം. സാധാരണ ഒരാളാണ് ഞാൻ. അതായത് നമ്മൾ പറയല്ലോ, നമ്മുടെ ഇവിടെ മലപ്പുറത്താണെന്നുണ്ടെങ്കിൽ സ്കൂൾ കൂട്ടി നമ്മൾ ബെഞ്ചൊക്കെ വെച്ചിട്ട് ചെറിയ പെട്ടിക്കട കച്ചവടമൊക്കെ നടത്തുമല്ലോ, മുട്ടായി വെച്ചിട്ട്. അങ്ങനത്തെ കച്ചവടം നടത്തിയ പരിചയം പോലും ഇല്ല. ഈ പ്രൊഡക്റ്റ് ആളുകൾക്ക് അത്രയും ആവശ്യമുള്ള പ്രൊഡക്റ്റാണ്. ആദ്യമായിട്ട് വന്ന ആളുകളുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇന്ന് ഈ ബിസിനസ്സിലൂടെ 1000-ലധികം പ്രൊഡക്റ്റുകൾ എൻ്റെ ഐഡിയയിലൂടെ എനിക്ക് വാങ്ങിച്ച് വിൽക്കാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണ നമ്മളുടെ ബിസിനസ്സാണ്, സാധാരണക്കാരുടെ ബിസിനസ്സാണ്. ഒരു നല്ല തീരുമാനമെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന്
നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ കീനോട്ടിന് വേണ്ടിയിട്ട് ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇന്ന് വന്ന നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഈ വ്യക്തിയെ എനിക്ക് വിളിക്കുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം പറയുന്നു. ഇപ്പോ നമ്മുടെ ചരിത്രം നമ്മൾ രേഖപ്പെടുത്തുന്നത് പല ആളുകളുടെ പേരിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതയാണ് ഞാൻ പറയുന്നത്, വനിതാ പ്രധാനമന്ത്രി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഹിസ്റ്ററി ഒരാളുടെ പേരിലുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ വനിത എന്ന് പറയുന്ന പല ചരിത്രങ്ങളും ഇന്ന് ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പോകുന്ന ആളുടെ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ കമ്പനിയുടെ താങ്ക് യു മിസ്റ്റർ ശ്രീജി. നല്ല വാക്കുകൾക്ക് നന്ദി. ഗുഡ് ഈവനിങ് ഓൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരാൾക്ക് നന്ദി പറയണം. കാരണം ആക്ച്വലി പ്രോട്ടോകോൾ പ്രകാരം ഈ കീനോട്ട് ചെയ്യേണ്ട വ്യക്തി അദ്ദേഹത്തിന്റെ ഹമ്പിൾ ആയിട്ടുള്ള ഒരു പെരുമാറ്റം കൊണ്ടും എന്നും എന്നെ ആകർഷിച്ചിട്ടുള്ളതാണ്. അത് എന്നെ ഏൽപ്പിക്കുകയും അദ്ദേഹം പ്ലാൻ പ്രസന്റേഷൻ എടുക്കുകയും ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഗോപൻ സാർ. ഒരു ലീഡറും ചെയ്യാത്ത കാര്യമാണ്. കാരണം അദ്ദേഹമാണ് സീനിയർ. തീർച്ചയായിട്ടും അദ്ദേഹമാണ് കീനോട്ട് ചെയ്യേണ്ടത്. പ്ലാൻ ഞങ്ങൾ ആരെങ്കിലും എടുക്കേണ്ടത്. പക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു, ടീച്ചർ എന്ന് തന്നെ എല്ലാവരും വിളിക്കുക. ടീച്ചർ ആയിരുന്നോണ്ട് ടീച്ചർമാർക്ക് പേരെപ്പോഴും അങ്ങനെയാണല്ലോ, ടീച്ചർ ചെയ്താൽ മതി കീനോട്ട്, ഞാൻ പ്ലാൻ എടുക്കുന്നു പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഇത്രയും ദൂരെ നിന്ന് വന്ന് നമുക്ക് വ്യക്തമായിട്ട് ഈ പ്ലാൻ പറഞ്ഞു തന്നതിന് നല്ലൊരു കാര്യം. സാറ് പറഞ്ഞ ട്രിവാൻഡ്രത്താണ്, ഞാൻ മലപ്പുറക്കാരിയാണ്. രാമപുരത്താണ് വീട്. രാമപുരത്ത് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപികയായിരിക്കെ ഈ ഉൽപ്പന്നങ്ങളും ഈ ഒരു അവസരം എൻ്റെ കൈകളിലേക്ക് വെച്ച് തന്നത്. ഇന്ന് കമ്പനിയുടെ ടോപ്പ് 10 എക്സിക്യൂട്ടീവ് ഡയമണ്ട് പൊസിഷനിൽ സ്ഥിരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഡയമണ്ട് രാമോഹൻ സാറാണ്. അദ്ദേഹത്തോടുള്ള ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. ഇന്ന് ചിങ്ങം 1 അല്ലെ? മലയാളികളുടെ പുതുവർഷമാണ്. സത്യത്തിൽ നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കേണ്ട ദിവസമാണ്. പക്ഷെ പല മലയാളികൾക്കും അത് അറിയില്ല. നമ്മൾ മലയാള മാസം പറയുമ്പോൾ പോലും മേടം ഇടവെന്നാ പറയാ. പക്ഷെ ചിങ്ങം കന്നി എന്നാണ് പറയേണ്ടത്. ജനുവരിയുടെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് ചിങ്ങമാസം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളിലും ചിങ്ങമാസം തിരഞ്ഞെടുക്കാറുണ്ട്. കല്യാണമായാലും ഗൃഹപ്രവേശമായാലും. അപ്പൊ ഇന്ന് ഇവിടെ വന്ന പുതിയ വ്യക്തികളെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഒന്ന് സഹകരിക്കൂ. ആദ്യമായിട്ട് ഇൻഡസ്ട്രിയുടെ പ്ലാൻ കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ പുതുതാണ്, ഞാനിപ്പോ വന്നിട്ടേ ഉള്ളൂ. ഒന്ന് കൈ കൊടുക്കുക. ബാക്കിയുള്ളവർക്ക് നല്ലൊരു കൈ കൊടുക്കുക. കാരണം എന്റെ വിശ്വാസം കൊണ്ട് ഞാൻ പറയാണ്, ചിങ്ങമാസം ഏറ്റവും നല്ല മാസമാണ്. എന്ത് തുടങ്ങാനും എന്ത് ചെയ്യാനും ശുഭപ്രവൃത്തികൾക്ക് പറ്റുന്നതാണ്. അപ്പൊ നല്ലൊരു കാര്യമാണ് നിങ്ങൾ കേട്ടോ മനസ്സിലായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഹാളിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ID ഉറപ്പുവരുത്തിയിട്ട് പോകും. സ്റ്റാർട്ട് ചെയ്തിട്ട് പോവുക. കാരണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്കൊന്നും വേണ്ട, നമ്മുടെ പ്രൂഫ് മാത്രമേ വേണ്ടൂ. ആപ്ലിക്കേഷൻ ഫോം സൈൻ ചെയ്ത് എനിക്ക് എന്തായാലും ഒരു ID വേണം, ഞാൻ തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോവാം. ചെയ്യുന്നതൊക്കെ പിന്നെ നിങ്ങളുടെ ഇഷ്ടം, അത് ഞാൻ പറയില്ല. പക്ഷെ തുടങ്ങാൻ നല്ലൊരു ദിവസമാണ് ഇന്ന്. അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ടീച്ചറായിട്ടാണ് വന്നത്. ബിസിനസ് അറിയില്ല. നേരത്തെ ശ്രീജിതാർ പറഞ്ഞ പോലെ ഒട്ടുസൂചി വിറ്റ പരിചയം കൂടി ഇല്ല. പക്ഷെ ഈ വൈബ്രന്റ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം അതെന്റെ ബിസിനസ് പഠിപ്പിച്ചു. എൻ്റെ ലീഡേഴ്സ് ഈ ഒരു ഓർഗനൈസേഷൻ, നേരത്തെ ഗോപൻ സാർ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയുടെ അഭിമാനം. അതായത് സത്യം പറഞ്ഞാൽ ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നോക്കിക്കാണുന്ന ലെജൻഡറി ലീഡർ എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ അപ്പുറത്ത് എന്താ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ആളാണ് സുജിത് ഖാൻ സർ. അദ്ദേഹത്തിന്റെ ടീം SK എന്നുള്ള ഓർഗനൈസേഷനിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ വളരെ സേഫ് ആയിരുന്നു. രാമൻ സാർ നയിക്കുന്ന ആ ടീമില് വളരെ നന്നായിട്ട് തന്നെ ഞാൻ പറയും. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം നേടി. ഫസ്റ്റ് മില്യണറായി, ലേഡി മില്യണറായി എന്നൊക്കെ പറഞ്ഞ, ഫസ്റ്റ് ലേഡി പേളായി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ എന്റെ കഴിവല്ലാതെ ടീം വർക്കിന്റെ പവറാണ്, ഈ ഓർഗനൈസേഷന്റെ പവറാണ്. ആ ഒരു സിസ്റ്റത്തിന്റെ പവറോട് ഇതൊക്കെ നേടാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ 5-6 വിദേശ രാജ്യങ്ങളിലൊക്കെ 10 പൈസ ചെലവില്ലാതെ ഒരു സാധാരണ വില്ലേജിലത്തെ ഒരു ടീച്ചർക്ക് ഒരു പാസ്പോർട്ട് പോലും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ സ്കൂളിലേക്ക് നടന്നു പോകാനുള്ള ദൂരമുണ്ട്, എനിക്ക് വണ്ടി പോലും വേണ്ട. അങ്ങനെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഉണ്ടാൻ പോലും വീട്ടിലേക്ക് വരാം. അങ്ങനെ കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ എനിക്കൊരു പാസ്പോർട്ടൊന്നും ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ ഈ ബിസിനസ്സിൽ വന്നു എന്നുള്ള കാരണം കൊണ്ട് 5-6 വിദേശ രാജ്യങ്ങളിലൊക്കെ, അതിൽ ചിത്രത്തിൽ കാണിച്ച കുറെ രാജ്യങ്ങളിലൊക്കെ
എനിക്ക് പോയി വരാൻ കഴിയും. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ നിങ്ങളോട് തുറന്ന് പറയണം, എത്ര ആള് വിശ്വസിച്ചു ഇതൊക്കെ കിട്ടുമെന്ന്? സത്യസന്ധമായിട്ട് പറയണം. എത്ര ആൾ കുറച്ച് മുമ്പേ തുടങ്ങിയ കോൺഫിഡൻസൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നു. താങ്ക് യു. എന്തായാലും ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. ഞാൻ ചിരിച്ചു ഈ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ. ഞാൻ പറഞ്ഞു ഇതൊക്കെ നടക്കൂ. ഞാൻ ചോദിച്ചു, എന്നെ വിളിച്ചാൽ ഇതൊക്കെ നടക്കൂ, ഇതൊക്കെ ഉണ്ടാവൂ? പല കമ്പനിക്കാരും പലതും പറയും. അവസാനം ഇതൊക്കെ പണിയെടുക്കണൊരു വിഡ്ഢികളാവുന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സത്യസന്ധമായിട്ട് പറയണം, നമ്മുടെ കമ്പനി തരുന്ന ട്രിപ്പുകൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ 7 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലുകളിൽ, അതും സ്ത്രീകൾക്ക് സേഫായിട്ട് നമ്മളെ കാരണം നമ്മൾ ഒറ്റയ്ക്കാ പോകണമെന്നുണ്ടെങ്കിലും നമ്മളുടെ എല്ലാ കാര്യവും A to Z കാര്യങ്ങൾ കമ്പനി വളരെ സേഫായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ നമ്മളെ കൊണ്ടുപോയി. അതാണ് എന്നെ ഇതിൽ ഏറ്റവും അധികം ആകർഷിച്ച കാര്യം. ഇന്നിപ്പോ സാറ് പറഞ്ഞു എനിക്കിപ്പോ കാറും ഇതൊന്നിപ്പോ ജെൻസിനാകുമ്പോ കാറും ഇതൊക്കെ ക്രേസാണ്. എനിക്ക് യാത്രകൾ എനിക്കിഷ്ടമാണ്, പക്ഷെ വണ്ടികളോടും അത്ര കമ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഓർണമെന്റ്സ് ഇഷ്ടമായിരുന്നു. ഇവിടെ ഒരുപാട് സ്ത്രീകളുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളുടെ കഷ്ടപ്പാടിന്റെ ഇടയിൽ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കും. ഞാനും അങ്ങനെ ടീച്ചറായിരുന്നു. എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ നമ്മുടെ ശമ്പളത്തിൽ എല്ലാം കൂടി തട്ടിക്കഴിച്ച് കിട്ടുമ്പോൾ തന്നെ കുറച്ചേ കിട്ടുള്ളൂ. ശമ്പളമൊക്കെ വലിയ ശമ്പളം പറയും, പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് കിട്ടുമ്പോൾ കൈ കിട്ടുന്നത് അതിന്റെ പകുതി കൂടി ഉണ്ടാവില്ല. പ്രാരബ്ധം പറയല്ല സൈതലി സാറ് എന്നെ നോക്കുകയാണ്, ടീച്ചർ എന്തിനാ ഈ പ്രാരബ്ധം ഞങ്ങളോട് പറയണത്? ഇവിടെ പലരും മനസ്സിലിരിപ്പ് ഞാൻ പറഞ്ഞതാണ്. പറയുമ്പോൾ വലിയ ശമ്പളം പറയും, പക്ഷെ കിട്ടുമ്പോൾ അതിന്റെ പകുതി ഉണ്ടാവും. കിട്ടിക്കഴിഞ്ഞ അടവുകൾ എന്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ചെലവാക്കാൻ വളരെ ചെറിയ സംഖ്യ ജോലിക്കാരെ കയ്യിലുണ്ടാവുക തെറ്റല്ല. കാരണം നമ്മളെ വീട്ടിൽ എല്ലാ കാര്യം ചെയ്യണം, മക്കളെ പഠിത്തം എല്ലാം ചെയ്യണ്ടേ. അപ്പൊ നമ്മളെ ഇഷ്ടങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ ഞാൻ പറയും, ഇന്നൊരു സ്ത്രീ ഇത് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാവാനില്ല. എന്നെ അനുഭവം എന്ന് പറയാണ്. വീട്ടിലത്തെ കാര്യങ്ങൾക്ക് പുറമെ നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ, ഒരു നെക്ലേസ്, ഒരു ഇന്നിപ്പോ സ്വർണം എന്ന് പറയുമ്പോൾ ഗോപൻ സാറിന് സ്വർണ്ണത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, വെളിച്ചെണ്ണയെ കുറിച്ച് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല സാറ് പറഞ്ഞത്. സത്യമാണ്, ഞാനിന്ന് വാങ്ങിയ ആളാണ്. കാരണം ഓണൊക്കെ വരില്ലേ, അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ എല്ലാ ആവശ്യങ്ങളും, വെളിച്ചെണ്ണ ഞാൻ നമുക്ക് ജീവിക്കാൻ പറ്റും. മലയാളികൾക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ലേ നമുക്ക്. അപ്പൊ പക്ഷെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു സ്ത്രീക്ക് ഉണ്ടാവുക. അതുപോലും നേടിയെടുക്കാൻ ഈ അവസരം എന്നെ സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു 10-15 ലക്ഷം രൂപ വിലയുള്ള ഒരു ബ്രാൻഡ് ന്യൂ കിയ വാങ്ങിയത് മാത്രമല്ല, ഞാനൊന്നും എൻ്റെ ജന്മത്തിൽ ഒരു കാർ ഡ്രൈവ് വിചാരിച്ചിട്ടില്ല. കാരണം കുട്ടിക്കാലത്ത് ഒരു സൈക്കിൾ പോലും ചവിട്ടിയിട്ടില്ല. അത് അങ്ങനത്തെ ഒരു അത്രയും വളരെ സാധാരണക്കാരെ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, പുതിയ വ്യക്തിയോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല. ഞങ്ങളിപ്പോ ഞങ്ങളുടെ ഈ അനുഭവങ്ങളോട് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത വ്യക്തികൾക്ക് പോലും ഇതിൽ വന്നിട്ട് ഈ സിസ്റ്റത്തിൽ നിന്നപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ നേടാൻ സാധിച്ചു. അത് പറയാനാണ്. കാരണം നമ്മൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് മറ്റുള്ളവർ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇത് ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. പക്ഷെ ഒരു ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ സാറുടെ പ്രസന്റേഷനിൽ പറഞ്ഞു, ഒരു 5 സ്റ്റാർ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ബിസിനസ്. എന്താണ് 5 സ്റ്റാർ എന്ന് ഞാൻ പറയാം. 5 സ്റ്റാർ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റും. ഒന്നാമതായിട്ട് കമ്പനിയെ കുറിച്ച് നമ്മൾ പഠിക്കണം. കമ്പനിയെ കുറിച്ച് സാറ് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. ഇത്രയും സർട്ടിഫിക്കേഷൻസ് ഉള്ള കമ്പനി, ഒരു സർക്കാർ അതായത് ഇന്ത്യ ഗവൺമെന്റ് ഒരു കമ്പനിക്ക് ബെസ്റ്റ് കമ്പനി എന്നുള്ള അവാർഡ് കൊടുക്കണമെങ്കിൽ ലീഗൽ അല്ലാത്ത ഒരു കമ്പനിക്ക് കൊടുക്കും. അത് മാത്രം, അതേ ഞാൻ ചോദിക്കുന്നു, കൊടുക്കുമോ? കൊടുക്കില്ല. GST അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ലീഗൽ അല്ലാത്തൊരു കമ്പനിക്ക് കൊടുക്കുമോ? അപ്പൊ കമ്പനി ലീഗലാണ്. ലീഗൽ അല്ലാത്തൊരു ബിസിനസ് ഇത് പണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഞാനൊക്കെ എൻ്റെ സ്വന്തം നാട്ടിലാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും നമുക്ക് ലീഗൽ അല്ലാണ്ട് അങ്ങോട്ട് ഓടിപ്പോകാനൊന്നും പറ്റില്ല. ശരിയല്ലേ? ഗോപൻ സാറ് പറയാൻ ശരിക്കും ഞാൻ തിരുവനന്തപുരക്കാണ്, പക്ഷെ സാറ് നമ്മളെ നാട്ടുകാരനെ പോലെ കേട്ടോ. തിരുവനന്തപുരത്താണ് വീടെന്ന് മാത്രമേ ഇവിടെ തെറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെ നാട്ടുകാരൻ ഒരാളായിട്ടല്ലേ ചെയ്യുന്നത്. എന്തായാലും സ്വന്തം നാട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ലീഗലായി ബിസിനസ് ചെയ്യാൻ പറ്റും. 100% ലീഗൽ. ഒരു ഹൈക്കോടതി ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് ഇതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്, ഇതിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനം ഒരു കാരണവശാലും തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് പണ്ടത്തെ കാലത്തെ പോലെയല്ല, എല്ലാം വിരൽത്തുമ്പിലാണ്. അപ്പൊ ഞാനിവിടെ ഇരുന്ന് പറയുമ്പോൾ ഒരാൾക്ക് സെർച്ച് ചെയ്തിട്ട് എന്നോട് പറയാം, ടീച്ചറെ ഇതിലില്ലല്ലോ ഇൻഡസ്ട്രിയുടെ പേര്. അപ്പോൾ ഇവിടെ ഒരാൾ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല, ഉള്ള കാര്യം മാത്രമേ പറയാൻ പറ്റൂ. അപ്പൊ ലീഗൽ കമ്പനി, സർട്ടിഫൈഡ് കമ്പനി, 12 വർഷം പിന്നിട്ട കമ്പനി, 12 വർഷം വിജയകരമായി പോകുന്നു.
പൂർത്തീകരിച്ച ഡയറക്ട് സെല്ലിംഗ് കമ്പനി, ഇത്രയും ഗ്രോത്ത് ഉള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ കാണാൻ പറ്റില്ല. 10 വർഷം കഴിഞ്ഞാൽ ഒരു കമ്പനി പിന്നെ 100 വർഷം പോകുന്നതാണ് ചരിത്രം പറഞ്ഞത്, എല്ലാ റെക്കോർഡുകളും പറഞ്ഞത്. അപ്പൊ ഇനി 100 വർഷം പോവും, ബിയോണ്ട് 21st സെഞ്ചുറി പോകുന്ന കമ്പനി അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഒരു സ്കോപ്പായിട്ട് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ജോലിയൊന്നും ചെയ്യേണ്ട, ഇത് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക. കമ്പനി ബെസ്റ്റ് കമ്പനി. അർമോറ വീക്ക് സെലിബ്രേഷൻ ആണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് അതിലേക്ക്. കേരളത്തിൽ അർമോറ വീക്ക് സെലിബ്രേഷൻ 24-ാം തീയതി എറണാകുളത്ത് വെച്ച് നടക്കുന്നുണ്ട്. മലപ്പുറത്ത് സെലിബ്രേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞു. നിങ്ങൾ ചിലരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് മുഖം കാണുമ്പോൾ കാണുന്നുണ്ട്. അടിപൊളിയായിട്ട് നമ്മൾ മലപ്പുറത്ത് വെച്ച് നടത്തി. അത്രയും ബെസ്റ്റ് കമ്പനി. പിന്നെ പ്രൊഡക്റ്റ്, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് മുഴുവൻ പറയാനുള്ള സമയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ പ്രൊഡക്റ്റുകളെ കുറിച്ച് നിങ്ങളെ വിളിച്ച വ്യക്തിയോട് ചോദിക്കുക. ബ്രോഷറുകൾ ലഭ്യമാണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബ്രോഷർ മേടിക്കാം, അതേപോലെ നേരിട്ട് പേപ്പറിൽ മേടിക്കാം. അത് വാങ്ങിച്ചിട്ടേ ഇവിടുന്ന് പോകാവൂ. 5 പ്രൊഡക്റ്റ് ആണുള്ളത്: ഐപൾസ്, ഐകോഫി, ഐഗ്ലോ, ഐകെയർ ആൻഡ് ഐസ്ലി. ഇൻഡസ്ട്രി അറിയില്ലെങ്കിലും ഐകോഫി അറിയാത്തവർ മലപ്പുറം ജില്ലയിൽ ഉണ്ടാവില്ല, അത് ഞാൻ പറയുന്നു. 10 വർഷമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് സാധാരണ കാപ്പി ഷുഗർ ബാലൻസ് ഉണ്ടാവും. ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് മെഡിസിൻ അല്ല, വെൽനസ് വിഭാഗത്തിൽ പെടുന്നതാണ്. നേരത്തെ സാറ് പറഞ്ഞു, പ്രിവെൻഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, ആരോഗ്യത്തോട് ജീവിക്കാൻ പറ്റും. ഇനി രോഗമുള്ളവർക്ക് കഴിക്കാം, അവർക്ക് മരുന്നിന്റെ ഒപ്പം ഏത് മരുന്നിന്റെ ഏത് ട്രീറ്റ്മെന്റിനെ കൂടി ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതിന് യാതൊരു തരത്തിലുള്ള സൈഡ് ഇഫക്റ്റുകളും ഇല്ല. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ മാത്രം എടുത്ത് ഉണ്ടാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് എല്ലാവരും. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് സെർച്ച് ചെയ്ത് അറിയാം. ഓരോന്നിനും സെപ്പറേറ്റ് വെബ്സൈറ്റ് ഉണ്ട്. ഐപ്പൾസ് എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള മൾട്ടി ഫ്രൂട്ട് ജ്യൂസ് ആണ്. കൊച്ചു കുട്ടികൾക്ക് മുതൽ ഏത് പ്രായക്കാർക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന, ആരോഗ്യത്തോട് കൂടി ഇരിക്കാൻ പറ്റുന്ന, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നു. ഇപ്പൊ മഴയൊക്കെയുള്ള കാലമാണ്, തീർച്ചയായിട്ടും ഇമ്മ്യൂണിറ്റി പവർ എല്ലാവർക്കും വേണം, കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അടുത്തൊരു പ്രൊഡക്റ്റ് ഐഗ്ലോ എന്ന് പറഞ്ഞ ന്യൂട്രി കോസ്മെറ്റിക് ആണ്. ഇവിടെ ഒരുപാട് ലേഡീസ് ഉണ്ട്. സൗന്ദര്യം എല്ലാവർക്കും, ലേഡീസിന് മാത്രമല്ല ജെൻസിന് സൗന്ദര്യം ഇഷ്ടമാണ്. ഉള്ളിലേക്ക് കഴിച്ചുകൊണ്ട് നമുക്ക് സൗന്ദര്യത്തോടുകൂടി നല്ല ഒരു തൊലി, അതായത് പുറത്ത് പരട്ടിയിട്ട് കഴുകി കളയുന്നതല്ല, ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അടുത്തൊരു പ്രൊഡക്റ്റ് ഐ കെയർ. അതെനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊഡക്റ്റ് സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു കമ്പനി വെക്കുന്നത്. അത് നമ്മുടെ ഇൻഡസ്ട്രി വേണ്ടത്. ഒരു കമ്പനി 35 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും നിർബന്ധമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഹോർമോൺ ഇംബാലൻസ്. ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയില്ല, ടെസ്റ്റിലൊന്നും അത് അറിയാൻ പറ്റില്ല. നമുക്ക് പല പല പ്രത്യേകതകളും, ഈവൻ ഡിപ്രഷൻ വരെ പോകുന്ന സ്റ്റേജിൽ ചില സ്ത്രീകൾ എത്താറുണ്ട്. ആൻസൈറ്റി ഉണ്ടാവാറുണ്ട്, ജോയിന്റ് പെയിൻ ഉണ്ടാവാറുണ്ട്, പിന്നെ സ്റ്റൊമക് സംബന്ധമായിട്ടുള്ള പ്രശ്നം, യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടും. പലരും പുറത്ത് പറയാറില്ല. ക്ഷീണം എന്തൊക്കെ ആയിട്ട് കുറച്ചിലൊക്കെ കടന്ന് റെസ്റ്റ് എടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ, അഹോരാത്രം പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, അവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഐ കെയർ. അത് ജ്യൂസ് രൂപത്തിലാണ്. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് ഐസ്ലി ഫ്ലാറ്റ് അമീബ. പലരും ചിന്തിക്കും, ഞാനിപ്പോൾ അത്ര തടിയൊന്നും ഇല്ലല്ലോ, പക്ഷെ നിങ്ങളുടെ ഹൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ വെയിറ്റിന് ചേർന്ന ഹൈറ്റ് അല്ല നിങ്ങളെങ്കിൽ നിങ്ങൾ ഹെൽത്തി വെയിറ്റിലല്ല. കൂടുതലും കുറഞ്ഞാലും പല പല രോഗങ്ങളും നിങ്ങളെ നേരിടും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഫുഡായിട്ട് കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഐസ്ലി ഫ്ലാറ്റ് അമീബ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് സൈറ്റിൽ സെർച്ച് ചെയ്യാം, നിങ്ങൾ വിളിച്ച വ്യക്തിയോട് ചോദിക്കാം, ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. പ്രൊഡക്റ്റുകളെല്ലാം 100% ഗ്യാരണ്ടി, ആയുഷ് പ്രീമിയം സർട്ടിഫൈഡുകളായിട്ട് പുറത്തേക്ക് നമുക്ക് കൊടുത്തയക്കാൻ പോലും യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ. അതിന് വിധം എനിക്ക് പറയാനറിയില്ല. US-ലുള്ള ആളുകൾ വരെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇതൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ ഇത് ആളുകൾ, പല ആളുകളും നിങ്ങൾ പറയും, ഞാനും കേട്ടിട്ടുണ്ട്, ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്, ഞാൻ അവിടെ പോയി ചെയ്തു, ഇവിടെ പോയി ചെയ്തു. നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളെ വിളിച്ച വ്യക്തിയുടെ കുറ്റമല്ല, അവിടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. വ്യക്തമായ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. അത് ഒരാളുണ്ടാക്കിയതല്ല, വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ലീഡേഴ്സ് എല്ലാവരും ചേർന്നിരുന്ന്, അതായത് VAC എന്ന് പറയുന്ന നമുക്കൊരു യുവ അഡ്വൈസറി കൗൺസിലുണ്ട്, അവർ ചേർന്നിരുന്നുകൊണ്ട് അവരാണ് നമുക്ക് വേണ്ടി സ്ലൈഡുകൾ തയ്യാറാക്കുന്നതും ട്രെയിനിങ് മൊഡ്യൂളും തയ്യാറാക്കുന്നതും. അങ്ങനെയുള്ള വ്യക്തമായ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ള കമ്പനി. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എനിക്കിത് ചെയ്യാൻ പറ്റുമോ? അതാണ് ചിലവരുടെ പ്രശ്നം, അല്ലെ? അത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നത്. കാരണം ശക്തമായ ഓർഗനൈസേഷൻ, ലീഡേഴ്സ് ആകുന്ന ഒരു ഓർഗനൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഇവിടെ ഒരിക്കലും നമ്മൾ
ഒറ്റയ്ക്കല്ല. ഇനി ഇത് ചെയ്യാൻ ഒരു കാരണം നിങ്ങൾ കണ്ടെത്തണം. കാരണം ഇനിയും കണ്ടെത്താത്തവരുടെ എന്നോട് ചോദ്യം ചോദിക്കാനുണ്ട്. ഓഗസ്റ്റ് 15 കഴിഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, 75 വർഷത്തിലധികം കഴിഞ്ഞ് 80 വർഷത്തോളം ആവാറായി. ഇന്നും ഇന്ത്യക്കാരുടെ അവസ്ഥ എന്താണ്? ജോലിക്ക് വേണ്ടി ചെറുപ്പക്കാരെ എങ്ങനെ നടക്കുന്നുണ്ട്? പല വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നുണ്ട്, തീരെ ചുറുചുറുക്കില്ലാത്ത എന്ന് പറഞ്ഞാല് ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുടെ മുഖത്തോടു കൂടി ഇരിക്കുന്ന 25-കാരൻ 22-കാരൻ. ഞാനിനി എന്ത് ചെയ്യണമെന്നറിയാത്ത അത്രയും ആളുകൾ അൺഎംപ്ലോയ്മെന്റ് പറയുന്നത് ഇന്ത്യയെ കാർന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കുട്ടികളെ കറക്റ്റായിട്ട് ഗ്രാജുവേഷനും ബാക്കിയുള്ള എഡ്യൂക്കേഷനും കഴിഞ്ഞിറങ്ങും. അവർക്ക് ജോലി കൊടുക്കാൻ ഗവൺമെന്റിനോ ഈ പ്രൈവറ്റ് സെക്ടറിനോ ഒന്നും സാധിക്കാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സർക്കാർ ഡയറക്ട് സെല്ലിങ്ങിനെ ഒരു പാഠ്യവിഷയമാക്കി മാറ്റി അതിലൂടെ കൂടുതൽ ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അടുത്ത ഒരു കാലഘട്ടത്തിന്റെ ബിസിനസ്. ഒരോണം വരുന്നുണ്ട്, കുറെ ഓണം കഴിഞ്ഞു അല്ലെ? ഇവിടെ ഇപ്പൊ 40 ഓണം, 30 ഓണം, 35 ഓണം, 50 ഓണം, 60 ഓണം, 70 ഓണം ഒക്കെ ഉണ്ട് ആൾക്കാരെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ, ഓണം ഓഫറുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആ പേജ് മറച്ചു വെക്കുകയല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒന്ന് തുറന്നു നോക്കാറുണ്ടോ? ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യമാരത് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാലും അത് മാറ്റി വെക്കും. കാരണം കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ആ വഴിക്കേ പോവില്ല. എന്താ കാരണം? ആ വഴിക്കേ പോവില്ല. പോയി കഴിഞ്ഞാൽ അവിടെ ചെലവാക്കാൻ നമ്മളെ കയ്യിൽ പണമില്ല. ഓണക്കോടി ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറയും. എന്താ കാരണം? ഞാൻ എടുത്തുകൊണ്ട് വരാം. ഫാമിലിയെ കൊണ്ട് ധൈര്യമായിട്ട് കടയിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോന്ന് പറയാൻ എത്ര ആളുകൾക്ക് ധൈര്യമുണ്ട്? അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കയ്യിൽ തരാൻ വേണ്ടിയിട്ടുണ്ട്. ഇല്ല, ഈ ഹോളിൽ ഇല്ല. അതാണ് സത്യം. അപ്പോ മനസ്സിലാക്കുക നമ്മുടെ അവസ്ഥ എന്താണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അച്ഛൻ എന്നോട് പറയാത്ത തർക്കത്തിന് വേണ്ടി എനിക്ക് അങ്ങനത്തെ വലിയ ആഗ്രഹമൊന്നുമില്ല. ഞാൻ വളരെ സിമ്പിളാണ്. എനിക്കിങ്ങനെ ചെറിയ സാധനങ്ങൾ അത്ര വലിയ എനിക്കൊരു കോസ്റ്റ്യൂം ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല. സിമ്പിളായിട്ട് ജീവിക്കാൻ നല്ലത്. പക്ഷെ ഞാൻ ചോദിക്കണം, നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും അങ്ങനെയാണോ അഭിപ്രായം? നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെയാണോ അഭിപ്രായം? നിങ്ങളുടെ വൈഫിന് അതാണോ അഭിപ്രായം? അല്ല എന്ന് ഇവിടെ സ്ത്രീകൾ ഉറപ്പിച്ച് പറയണ്ടേ. ആഗ്രഹിക്കുന്നത് തെറ്റല്ല. ആ കാലഘട്ടം കഴിഞ്ഞു. ഞാനും പഠിപ്പിച്ചിട്ടുണ്ട് അത്യാഗ്രഹം ആപത്താണ്, അതിമോഹം ചക്രം ചേർന്നതൊക്കെ ഞാൻ കോപ്പി എഴുതിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയിൽ നിന്നപ്പോൾ ഞാനത് നിർത്തിയിട്ടോ. 3 കൊല്ലം പാർട്ട് ടൈമായിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഞാൻ ആ കോപ്പി എടുത്ത് നിർത്തി. കാരണം ആഗ്രഹിക്കണം. കാരണം നമ്മുടെ പ്രസിഡന്റാണ് ആദ്യമായിട്ട് അത് കുട്ടികളെ പഠിപ്പിച്ചത് അല്ലെ? ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം, അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാവണം, ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കണ്ട് അത് നേടിയെടുത്തിട്ട് അതിൽ കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവരുത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അബ്ദുൽ കലാം APJ അബ്ദുൽ കലാം സാർ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. മനസ്സിലാക്കുക, അന്ന് തുടങ്ങി ഞാനും മാറി ചിന്തിക്കാൻ തുടങ്ങി. മാറി ചിന്തിച്ച് ഒരുപാട് നേട്ടങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഈ ഓണം എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിക്കാൻ എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഓണം ആഘോഷിക്കും. അത് നമുക്കങ്ങനെ മതവും ജാതിയും ഒന്നുമില്ല. എല്ലാവരും ആഘോഷിക്കും. പെരുന്നാളാകുമ്പോൾ ഞാൻ പോയി ഡ്രസ്സ് എടുക്കാറുണ്ട്. കാരണം ഡ്രസ്സ് എടുക്കാൻ ഒരു ചാൻസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക, സദ്യ കഴിക്കാൻ ഒരു ചാൻസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. നമ്മൾ പെരുന്നാൾ നന്നായിട്ട് ആഘോഷിച്ചു. കാരണം ആഘോഷങ്ങൾ നമുക്ക് ഇഷ്ടമാണ്. കൊറോണ കഴിഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഈ അക്കൗണ്ടിൽ പൈസ ഒന്നും കിടന്നൊരു കാര്യമില്ല, നന്നായി ജീവിച്ച് ആസ്വദിച്ച് അത്രയും കാലം ഉണ്ടാവും. എന്നാൽ ഇനി അടുത്ത കൊറോണയുടെ അപ്പുറത്തുനിന്ന് വരും നമുക്കറിയില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് അന്ന് തീരുമാനമെടുത്ത് എല്ലാവരും ലൈഫ് എൻജോയ് ചെയ്യണം. എൻജോയ് ചെയ്യണമെങ്കിൽ പണം വേണം. പണമില്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. സത്യമാണ്. ജീവിതത്തിൽ എല്ലാം ഉണ്ടാകണമെങ്കിൽ പണം എല്ലാമാണെന്ന് ഞാൻ പറയില്ല. പണത്തിൽ മൂല്യമുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിന് നല്ല ഒരു ജീവിതം കൊടുക്കണമെങ്കിൽ പണം കൂടിയേ തീരൂ. നല്ല ഒരു തീരുമാനം എടുക്കുക. ഈ ഓണം എങ്ങനെയായാലും അടുത്ത ഓണത്തിനെങ്കിലും ആ ടീച്ചർ പറഞ്ഞ വാചകം വെച്ചിട്ട് ഞാൻ എൻ്റെ ഫാമിലിയെ കൊണ്ട് ധൈര്യമായിട്ട് കയറി ഒരു ടെക്സ്റ്റ്, സാധാരണ ടെക്സ്റ്റൈൽ മതി, വലിയ ടെക്സ്റ്റൈൽ ഒന്നും വേണ്ട, സാധാരണ ടെക്സ്റ്റൈലില് മാക്സിമം എത്ര പോയി ഒരു സാരിക്ക് ഒരു ചുരിദാറിന് എത്ര വരും ചിന്തിച്ചു നോക്കൂ. ഒരു കടയിൽ പോയിട്ട് മാക്സിമം എത്ര വരും നോക്കുക. അത് അതിനോട് അത് വില ഏത് വേണമെങ്കിലും തൊടാൻ പറയാം. ആ വില അങ്ങനെ മറിച്ച് നോക്കിയിട്ട് എടുക്കണ പരിപാടി ഞാൻ നിർത്തി എന്നൊരു തീരുമാനം എടുക്കുക. തീരുമാനം നിങ്ങളുടേതായിരിക്കണം. അത് വേറെ ആൾക്ക് വിട്ടുകൊടുക്കരുത്. അങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത വീട്ടിലത്തെ ആൾക്കാർ നമ്മളെ കുട്ടികളെ നോക്കണം ചെയ്യും അല്ലെ? അത് നമുക്ക് പറ്റിയ പരിപാടിയില്ല. നമ്മളെ കാര്യം നോക്കേണ്ടത് നമ്മളാണ്.
നല്ല ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾ എന്തിനാണ് ഈ ലോകത്ത് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞിരിക്കണം. എന്നാലും നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് സാധിക്കട്ടെ. എൻ്റെ വാക്കുകൾ അതിന് നിങ്ങൾക്കൊരു പ്രചോദനമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ടും എനിക്ക് ഈ അവസരം തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.